വേണു രാജാമണി, ഇന്ത്യയെ യഥാർത്ഥത്തിൽ ചൈനയുടെ പേര് പറഞ്ഞ് ശിക്ഷിക്കുകയല്ലേ അമേരിക്ക ചെയ്തിരിക്കുന്നത്? ക്ഷമിക്കണം, റഷ്യയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ ശിക്ഷിക്കുകയല്ലേ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്നത്? അപ്പോൾ ചൈനയ്ക്കില്ലാത്ത തരത്തിലുള്ള ഒരു കടുത്ത നടപടി ഇന്ത്യയോട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ട്രംപിൻ്റെ എന്ത് തന്ത്രമാണ്, എന്ത് കുബുദ്ധിയാണ് ഒളിഞ്ഞു കിടക്കുന്നത്? അതിനെ ഒറ്റയടിക്ക് നേരിടാം എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ പാകത്തിൽ ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ രാഷ്ട്രം ഇപ്പോഴുള്ളത്? ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, അതിനാണ് പ്രഥമ പരിഗണന എന്നാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കൂടി ചേർത്ത് വെച്ച് നിലവിലെ സാഹചര്യത്തെ താങ്കൾ മനസ്സിലാക്കുക? ഒന്ന്, ട്രംപ് വളരെ അൺറിലയബിളും അൺപ്രഡിക്റ്റബിളും ആണ് എന്ന വസ്തുത തുടക്കം തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അത് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായ ബന്ധങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഈ ഒരു ട്രംപിന്റെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന പോളിസീസ് എന്നും നിലനിൽക്കും. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയത്തെ രൂപീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു ട്രംപ് ഭരണം കൊണ്ട് മാത്രം ചുരുക്കാവുന്നതല്ല. അത് നീണ്ടകാല ബന്ധമാണ്. അതിൽ പല പ്രസിഡന്റ് മാറി വന്നിട്ടും, പല പാർട്ടിയിലുള്ള പ്രസിഡന്റ്മാർ മാറി വന്നിട്ടും അത് ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കാണ് നീങ്ങിയത്. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക സെറ്റ് ബാക്ക് ആണ് നമ്മുടെ ബന്ധങ്ങൾക്ക്. അതിനെ എങ്ങനെ നേരിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതായിരിക്കും ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സിന്റെ ലക്ഷ്യം. അല്ല വേണു രാജാമണി സാർ, ഇപ്പോൾ ഈ നയതന്ത്ര തലത്തിൽ നോക്കുമ്പോൾ ചൈന ഒരു പ്രത്യക്ഷ വെല്ലുവിളിയായി, ഏത് സമയത്തും ശത്രുവായി മാറാവുന്ന ഒരു അയൽക്കാരനായി ചൈന നിൽക്കുമ്പോൾ അമേരിക്കയുടെ നിലപാടുകൾ ചരിത്രത്തിൽ നോക്കിയാൽ അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ഉണ്ടായിരുന്നില്ല. പല സന്ദർഭങ്ങളിലും ഒരേ സമയം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ പോലും പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ഇന്ത്യയോടൊപ്പമാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ സോവിയറ്റ് റഷ്യയുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം അതിന് ചരിത്രപരമായ ഉറപ്പിൻ്റെ ഒരു പിൻബലം നമുക്ക് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ റഷ്യയുമായി ഒരു പുതിയ നയതന്ത്ര ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ പുതിയ ഒരു അധ്യായം കുറിക്കുകയല്ലേ ഇപ്പോൾ അജിത് ഡോവലിന്റെ സന്ദർശനം? പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഇല്ല എന്ന ഇന്ത്യയുടെ നിലപാടൊക്കെ അടിവരയിടുന്നത്. അങ്ങനെയാണെങ്കിൽ റഷ്യയെ വീണ്ടും കൂട്ടുപിടിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്ന ഒരു സന്ദേശമാണോ ഇതിലൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്? അത് ഫലം കാണുമോ? അല്ല, നേരെ മറിച്ച് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് എന്നും ഇന്ത്യയുടെ അടിസ്ഥാന നിലപാടായ ഇൻഡിപെൻഡന്റ് പൊസിഷൻ, നമ്മുടെ സോവറൻ പൊസിഷൻ, നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതിന് വേണ്ട നടപടികൾ നമ്മൾ എടുക്കും. അത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നോൺ അലൈൻമെന്റ് എന്ന് വിളിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മൾട്ടി അലൈൻമെന്റ് എന്ന് പറയുന്നു, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നു. ഇതിലെല്ലാം നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും മറ്റൊരു രാജ്യത്തെ അവരുടെ പിന്തുണ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നയങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം. സ്വന്തം ശക്തി, പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് നമുക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. ഇതുപോലുള്ള പ്രഹരങ്ങൾ നേരിടാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം. ഓവർ ഡിപ്പെൻഡൻസി ആരോടും ഉണ്ടാകരുത്. നമ്മൾ എന്നും സ്വന്തമായി ഇൻഡിപെൻഡന്റായി സോവറനായി നിലകൊള്ളണം എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോ ഡോവൽ മോസ്കോയിൽ പോയതുകൊണ്ട് വലിയൊരു വിപ്ലവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇതുവരെ ഉണ്ടായിരുന്ന സന്ദർശനങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് പുടിനും പല പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം നിലനിൽക്കും. ഗവൺമെന്റ് ഓയിൽ പർച്ചേസസ് തുടരും എന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചില വാർത്തകൾ വരുന്നത് രഹസ്യമായി വേണമെങ്കിൽ ഗവൺമെന്റ് ആ ഓയിൽ പർച്ചേസസ് അമേരിക്കയെ സന്തോഷിപ്പിക്കാനായി കുറയ്ക്കാൻ തയ്യാറായേക്കും എന്നുള്ളതാണ്. സോ റഷ്യയോ ചൈനയോ
അമേരിക്കയ്ക്ക് ഒരു കാലത്തും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അമേരിക്ക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ ആക്ഷൻസ് ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. അവരത് എങ്ങനെ കൈകാര്യം ചെയ്യും? ട്രംപിന്റെ തന്നെ പ്രവർത്തനങ്ങൾ, ഇതിനു മുമ്പുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം എടുത്ത് നോക്കിയാൽ പലപ്പോഴും അദ്ദേഹം ഒരു ലീവറേജ് ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്നത്, ഇങ്ങനത്തെ എക്സ്ട്രീം പൊസിഷൻസ് എടുക്കുന്നത്. ഇപ്പോഴും പലരും വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം ഇന്ത്യയെ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ട്രേഡ് കരാറിൽ ഒപ്പുവെപ്പിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കുന്നത്. ഈ എക്സ്ട്രീം പൊസിഷൻ എടുത്താൽ കുറച്ചുകൂടെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടുകൊണ്ട് ഇന്ത്യ ട്രേഡ് അഗ്രിമെന്റിൽ ചെന്ന് സൈൻ ചെയ്യും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് വരാം വേണുരാജമണി സർ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തവും അതുപോലെ ചൈനയുമായി നമ്മൾ നല്ല ബന്ധത്തിൽ പോകാമെന്ന് തീരുമാനിച്ചാലും അതൊന്നും തന്നെ വ്യാപാര ബന്ധത്തിൽ അമേരിക്കയോളം അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളൽ മറികടക്കാനുള്ള ഒരു പ്രതിവിധിയായി മാറില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അതിനർത്ഥം വരുന്ന സാമ്പത്തിക വർഷത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വലിയ പ്രഹരമേൽപ്പിക്കാൻ പോകുന്ന ഒന്നാണ് ഈ 50% തീരുവ എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നതിനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഒരു അല്പം വിട്ടുവീഴ്ചയായാലും അതിനെ നമുക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് അനുവദിക്കാം എന്നാണോ വേണുരാജമണി സർ താങ്കൾ പറയുന്നത്? ഞാൻ പറയുന്നത് ഈ 50% തിരുവ നീണ്ടകാലത്തിൽ നിലനിൽക്കും എന്നതിന് യാതൊരു തീർച്ചയുമില്ല. ഇപ്പോൾ തന്നെ അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു 21 ദിവസത്തെ അവധിയുണ്ട്. അത് കഴിഞ്ഞിട്ടേ അത് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ചൈനയ്ക്ക് 90 ദിവസം നൽകിയിട്ടുണ്ട് സർ. അതെ, എന്തായിരുന്നാലും ഈ 21 ദിവസത്തിൽ ഇന്ത്യയുടെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും കൂടുതൽ ചർച്ചകൾ നടത്തും. ആ ട്രേഡ് അഗ്രിമെന്റിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്ന് അവർ നോക്കും. അതിനിടയ്ക്ക് ട്രംപ് റഷ്യ സന്ദർശിക്കാൻ പോവുകയാണ്. ട്രംപിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യുക്രൈൻ യുദ്ധത്തെ നിർത്തുക എന്നുള്ളതാണ്. റഷ്യയെ കൊണ്ട് അവിടെ ഒരു സീസ് ഫയറിന് എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. ആ സീസ് ഫയറിന് റഷ്യ ഇന്ന് എഗ്രി ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ ട്രംപ് അവിടെ സന്ദർശിക്കുമ്പോൾ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഇന്ന് തീർച്ചയില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ചിലപ്പോൾ ഈ ഒരു രണ്ടാമത് പറഞ്ഞ ആ 25% പ്രസക്തി ഇല്ലാതായെന്ന് വരും. എന്ത് പറഞ്ഞാലും ഇതൊരു ബാർഗെയിനിങ് ടാക്ടിക് ആണ്, ഒരു ലീവറേജിന് വേണ്ടിയുള്ള ടാക്ടിക് ആണ് ട്രംപിന്റെ. ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണം, എന്നാൽ പ്രകോപിതരാകരുത്, അമേരിക്കയോട് റിറ്റാലിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. നമുക്ക് എല്ലാ രാജ്യങ്ങളും നമുക്ക് പ്രധാനമാണ്. എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ വേണുരാജമണി സാർ, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഒറ്റ ചോദ്യം കൂടി. ഒരു റിറ്റാലിയേറ്ററി സ്റ്റെപ്പ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് പ്രകോപനത്തിന്റെ പുറത്ത് അമേരിക്കയോട് ഉണ്ടാകരുത്. അത് വ്യാപാര ബന്ധങ്ങളെയും തുടർന്ന് ഭാവിയിലുള്ള നമ്മുടെ ബന്ധത്തെയും നിലനിൽപ്പിനെയും ഒക്കെ ബാധിക്കും എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ നിൽക്കില്ല. അതിൽ നമ്മൾ എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കും ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും തുടർച്ചയായ സന്ദർശനങ്ങളുടെ തുടർച്ചയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ റഷ്യയിൽ സന്ദർശനം നടത്തിയ, നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ പോലും അജിത് ഡോവലിന്റെ സന്ദർശനവും തൊട്ടു പിന്നാലെ പുടിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും ഒക്കെ ഒരു റിറ്റാലിയേറ്ററി മെസ്സേജ് അല്ലേ അമേരിക്കയ്ക്ക് കൊടുക്കുക? അതോ അത് ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഇത് സ്ഥിരമായി നടക്കുന്ന ചർച്ചകളുടെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമല്ല. അവിടെ ഡോവൽ ചെന്നതുകൊണ്ടും പുടിൻ ഇന്ത്യയിൽ വന്നതുകൊണ്ടും വലിയ ഒരു മാറ്റം ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ ഈ പ്രകോപനത്തിന് മുന്നിലും ഇന്ത്യ ചർച്ചകൾ തുടരാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്യാതെ വീണ്ടും ഇതിനൊരു ഇരുവശങ്ങൾക്കും സ്വീകാര്യമായ ഒത്തീർപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകരുടെ അവരുടെ അധികാരങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു റെഡ് ലൈനെ വരയ്ക്കുകയാണ്. അദ്ദേഹം അമേരിക്കയുടെ ഒരു സന്ദേശം അയക്കുകയാണ്, ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ചർച്ചയിലൂടെ
നമുക്ക് അമേരിക്കയെ മനസ്സിലാക്കിക്കാൻ സാധിക്കണം. അതിൽ അമേരിക്കയിലെ പല വ്യക്തികൾ, പല ഒഫീഷ്യൽസ്, ട്രംപ് അല്ലാത്ത പല ആൾക്കാരും, ട്രംപിന് ചുറ്റുമുള്ള പല ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്, അവർ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ട്രംപാണ് ഇത്ര ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ആ നിലപാടിൽ മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വരുന്ന 21 ദിവസത്തിൽ നോക്കേണ്ടത്. ശരി.